ഇതൊരു ലോഗോ ഡീകോഡിംഗ് ആണ്. ഡോക്ടേഴ്സിന്റെ ഫേമസ് ആയ ലോഗോ, അതായത് എ സ്റ്റാഫ്, 2 സെർപ്പൻസ് ആൻഡ് 2 വിങ്സ്. ഈ ലോഗോ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ഓരോന്നും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സ്റ്റാഫ് ഡോക്ടേഴ്സിന്റെ പേഷ്യൻസിന്റെ കൂടെയുള്ള അവരുടെ ജേർണിയെ കാണിക്കുന്നു. സെർപ്പന്റ് എന്ന് പറയുന്നത് ഹീലിംഗ് ക്യാരക്ടർ, അതായത് സ്കിൻ ഷെഡ് ചെയ്യുന്ന സെർപ്പന്റിന്റെ ഹീലിംഗ് ക്യാരക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ വിങ്സ് ഫോർ പീസ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച സിംബലൈസേഷൻ. ബട്ട് ഈ ലോഗോയ്ക്ക് മെഡിസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും ഇത് ഹിസ്റ്ററിയിൽ സംഭവിച്ച ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുമാണ് ഈ ലോഗോ നമ്മൾ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നും നിങ്ങൾക്കറിയുമായിരുന്നു. മെഡിസിൻ ഒരു സയന്റിഫിക് ബ്രാഞ്ചായി ഡെവലപ്പ് ചെയ്ത ഗ്രീസിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഒറിജിൻ വരുന്നത്. ഗ്രീക്ക് മിത്തോളജിയിൽ ഹീലിംഗിന്റെ ഗോഡായിട്ട് അവർ വിശ്വസിച്ചിരുന്നത് ആസ്ക്ലിപ്പിയസിനെയാണ്, അതായത് ഗോഡ് ഓഫ് ഹീലിംഗ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്റ്റാഫും അതിൽ ഒരു സെർപ്പന്റും കോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ദാറ്റ് വാസ് എ റിയൽ ലോഗോ. അതായിരുന്നു യഥാർത്ഥത്തിൽ ഹീലിംഗ് ഗോഡിന്റെ അല്ലെങ്കിൽ മെഡിസിന്റെ ലോഗോ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ 1900-ൽ US ആർമിയിലെ മെഡിക്കൽ കോർപ്സ് കൺഫ്യൂസ്ഡ് ആയിട്ട് മെഡിസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹെർമസ് എന്ന ഗ്രീക്ക് ഗോഡിന്റെ സിംബൽ, അതായത് 2 സെർപ്പന്റും വിങ്സും മെഡിസിനിലോട്ട് അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. അന്നു മുതൽ ഈ ഒരു മിസ്റ്റേക്ക് ഹിസ്റ്ററിയിൽ ഫിക്സ് ആയിപ്പോയി. ലേറ്റർ പല കൺട്രീസും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് റിയൽ ആസ്ക്ലിപ്പിയസിന്റെ ലോഗോ, അതായത് ഒരു സ്റ്റാഫിൽ ഒരു സെർപ്പന്റ് കോയിൽ ചെയ്യുന്ന ലോഗോയിലോട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മളെല്ലാവരും പഠിച്ചു വരുന്നതും ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളതും ഹെർമസിന്റെ ലോഗോ ആയിട്ടുള്ള സ്റ്റാഫ്, 2 സെർപ്പന്റ്സ് ആൻഡ് 2 വിങ്സ് ആണ്. സോ ഷെയർ ദ നോളജ്, ഷെയർ ദ ട്രൂത്ത്.